പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിയിലെ തമ്മിലടി ഇപ്പോഴും തുടരുകയാണ്. മിനി കൃഷ്ണകുമാറിന് സീറ്റ് നൽകരുതെന്ന നിലപാടിൽ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുന്നു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജൻ എന്നിവർക്ക് സീറ്റ് നൽകാത്തതിലും തർക്കം നിലനിൽക്കുന്നുണ്ട്. സാജിദ, ഈ തർക്കം ഇങ്ങനെ തുടരുകയാണ്. സീറ്റ് വിഭജനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ കടക്കാൻ ബി.ജെ.പിക്ക് പാലക്കാട് ആയിട്ടില്ല. തമ്മിലടി എങ്ങനെ നടക്കുന്നു? പാലക്കാട് ബി.ജെ.പി വിജയിക്കാൻ സാധ്യതയുള്ള ഒരു നഗരസഭയാണ്. നിലവിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ്. ഇവിടെ ബി.ജെ.പിയിൽ ഗ്രൂപ്പിസം അതിരൂക്ഷമാണ്. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളായിരുന്നു വന്നിരുന്നത്. പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. കാരണം ഇപ്പോഴും പല വാർഡുകളിലും തർക്കം തുടരുകയാണ്. ഇതിൽ മുതിർന്ന അംഗം, അതായത് 40 വർഷത്തോളം കൗൺസിലർ ആയിരുന്ന, അതോടൊപ്പം തന്നെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായ എൻ ശിവരാജന് സീറ്റില്ലാത്തത് ഒരു തർക്കത്തിന് കാരണമാണ്. അതോടൊപ്പം തന്നെ പ്രമീള ശശിധരൻ എന്ന നിലവിലെ ചെയർപേഴ്സണ് സീറ്റ് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് സി കൃഷ്ണകുമാർ വിഭാഗം എടുത്തിരിക്കുന്നത്. ഇതും തർക്കത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മിനി കൃഷ്ണകുമാറിന് സീറ്റ് നൽകരുത് എന്നുള്ളതാണ് കൃഷ്ണകുമാറിനെ എതിർക്കുന്ന വിഭാഗം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മറ്റ് ചില പ്രശ്നങ്ങളും, പ്രശാന്ത് ശിവൻ എന്ന ജില്ലാ പ്രസിഡന്റിനെ ഈ ചെയർമാൻ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി മത്സരം നേരിടാനാണ് സി കൃഷ്ണകുമാർ വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നൊരു വിഭാഗം പറയുന്നു. കാരണം ജില്ലാ അധ്യക്ഷന്മാർ തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ ആകെ നയിക്കേണ്ട ആളുകളാണ്. അവർ മത്സര രംഗത്ത് പാടില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ സി കൃഷ്ണകുമാറിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്രശാന്ത് ശിവൻ ചെയർമാൻ ആകുമെന്ന തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണം നടത്തുകയും ചെയ്യുന്നു. എന്തായാലും വലിയ ഒരു പ്രതിസന്ധി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ശരി സാജിദ്.